നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹിച്ച ഒന്നിനെയും ആർക്കും മറന്നു കളയാൻ പറ്റില്ലല്ലോ. ഓർമ്മകൾക്ക് മരണമില്ല, അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ അവ ഓരോന്നായി തിരികെ വരും. ആ നോട്ടം, ആ ചിരി, ആ സംസാരം, ആ വ്യക്തി മാറാതെ മായാതെ നമ്മളിൽ തന്നെ ഇരിക്കും. അപ്രകാരം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ മലയാളികളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം കരസ്ഥമാക്കി അകാലത്തിൽ പൊലിഞ്ഞുപോയ നടി സൗന്ദര്യയുടെ അകാല മരണവും അതിലേക്ക് വഴിതെളിച്ച സന്ദർഭങ്ങളും പിന്നീട് പൊട്ടിപ്പുറപ്പെട്ട വിവാദങ്ങളും വിശകലനം ചെയ്യുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഉദിച്ചാൽ അസ്തമിക്കും എന്നുള്ളത് ഒരു പ്രകൃതി നിയമമാണ്. എന്നാൽ അതിനൊരു സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ണിൽ ജനിച്ചാൽ അന്തരിക്കും, അതും ഒരു പ്രകൃതി നിയമമാണ്. എന്നാൽ അതിന് സമയം നിശ്ചയിച്ചിട്ടില്ല. സിനിമാ രംഗത്ത് ഒരു പൊൻ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി നിന്ന സമയത്താണ് സൗന്ദര്യ എന്ന അതിസുന്ദരിയായ നടി അണഞ്ഞുപോയത്. 2004 ഏപ്രിൽ 17 ഒരു ഞെട്ടലോടെയാണ് സിനിമാ ലോകം ആ വാർത്ത കേട്ടത്. നടി സൗന്ദര്യ വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്ന്. ഇന്നും സൗന്ദര്യ സിനിമാ പ്രേമികളുടെ ഹൃദയത്തിലെ ഒരു നൊമ്പരമാണ്. ചിലർ ചുരുക്കം ചില സമയങ്ങൾ മാത്രമായിരിക്കും നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നതെങ്കിലും അവർ തന്നിട്ട് പോകുന്ന ഓർമ്മകൾ വളരെ വലുതാണ്. മലയാളത്തിൽ 2 ചിത്രങ്ങൾ മാത്രമേ അവർ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ആ 2 ചിത്രങ്ങൾ മാത്രം മതി അവരെ അടയാളപ്പെടുത്താൻ. പ്രിയദർശന്റെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായും സത്യൻ അന്തിക്കാടിന്റെ ജയറാമിനോടൊപ്പമുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രവുമാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്. പ്രിയദർശൻ ചിത്രത്തിലെ കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി തൊട്ടാൽ തേൻപഴമേ എന്ന് തുടങ്ങുന്ന ഗാനരംഗം കാണാത്തതും കേൾക്കാത്തതുമായ മലയാളികൾ ചുരുക്കമായിരിക്കും. ആ ചിത്രം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും സൗന്ദര്യയുടെ കാര്യത്തിൽ ആർക്കും ഒരെതിരഭിപ്രായവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സത്യൻ അന്തിക്കാടിന്റെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലെ അഭിനയവും മികച്ചതായിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു വന്ന കൊച്ചിൻ ഹനീഫ സൗന്ദര്യയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ മുഖത്തും ശരീരത്തും മാത്രമല്ല, അവളുടെ മനസ്സിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുകയാണ്. അവൾ കറിഞ്ഞു വെച്ച പേര് തന്നെയാണ് സൗന്ദര്യ എന്നത്. ഞാൻ സൗന്ദര്യയെ കുറിച്ച് ലിസിയോട് ചോദിച്ചപ്പോൾ ലിസി പറഞ്ഞത്, അഷ്റഫിക്ക, ആ കുട്ടി ചിരിച്ചാൽ പൗർണമി നിലാവ് വിടരുന്നത് പോലെ തോന്നുമെന്ന്. അവരെ കുറിച്ച് ഒരു കംപ്ലൈന്റും പറയാനുള്ള അവസരം അവർ ആർക്കും കൊടുത്തിട്ടില്ല. വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് സെറ്റിൽ പെരുമാറുന്നത്. സമയത്തിന് ഷൂട്ടിങ്ങിന് വരാതിരിക്കുകയോ ശാഠ്യം പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ കുട്ടി. വേദനയോടെയാണ് ലിസി ഇത് പറഞ്ഞതെങ്കിലും സൗന്ദര്യയുടെ വിഷയം പറയുമ്പോൾ ലിസിക്ക് 100 നാവാണ്. ലിസി സൗന്ദര്യയുടെ വലിയൊരു ഫാനാണ്. RV ഉദയകുമാർ എന്ന പ്രശസ്ത സംവിധായകനാണ് പൊന്നുമണി എന്ന തമിഴ് സിനിമയിൽ കാർത്തിക്കിന്റെ നായികയായി തമിഴിൽ ആദ്യമായി അവരെ അവതരിപ്പിച്ചത്. അതിനു മുമ്പ് കന്നഡയിലും തെലുങ്കിലും ചില സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകൻ RV ഉദയകുമാറിനെയാണ് സൗന്ദര്യ സിനിമയിലെ തന്റെ ഗോഡ് ഫാദറായി കരുതിയിരുന്നത്. പൊന്നുമണി എന്ന സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ അഭിനയം പഠിക്കുവാനായി പഴയകാല നടി സാവിത്രി അഭിനയിച്ച കുറെ പഴയ സിനിമകളുടെ കാസറ്റുകൾ അവർക്ക് നൽകി. ദിവസവും അതിൽ നിന്നും ഓരോ സിനിമകൾ കണ്ട് സാവിത്രിയുടെ അഭിനയം കണ്ട് പഠിക്കണമെന്നും അവർക്ക് നിർദ്ദേശവും കൊടുത്തു. സൗന്ദര്യ അക്ഷരം പ്രതി അതനുസരിച്ചു. സാവിത്രിയുടെ ഓരോ സിനിമകളും കണ്ട് അവർ അഭിനയം മനസ്സിലാക്കി. പൊന്നുമണിയുടെ റഷസ് സംവിധായകനോടൊപ്പം കണ്ട നടി മനോരമ ആച്ചി അവരോട് പറയുകയുണ്ടായി, സാവിത്രിയുടെ ഓർമ്മ വരുന്നു സൗന്ദര്യയുടെ അഭിനയം കാണുമ്പോഴെന്ന്. സൗന്ദര്യ തന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളിലും ഉപദേശങ്ങൾ ആരായുന്നത് സംവിധായകൻ RV ഉദയകുമാറിനോടായിരുന്നു. ഉദയകുമാർ പറയുന്നു, അവർ ആന്ധ്രയിലും കർണാടകയിലും വെച്ച് പല പ്രണയ കുരുക്കുകളിലും പെട്ടിട്ടുണ്ടെന്ന്. അവിടെയൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പഞ്ചായത്ത് പറഞ്ഞ് പരിഹരിക്കപ്പെടുന്നത് തന്റെ സാന്നിധ്യത്തിലാണെന്ന് അദ്ദേഹം ഓർക്കുന്നു. ബന്ധുവും ബാല്യകാല സുഹൃത്തുമായിരുന്ന GS രഘുവിനെയാണ് സൗന്ദര്യ വിവാഹം കഴിച്ചത്. ആ വിവാഹ നിശ്ചയത്തിനും കല്യാണത്തിനും തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ഉദയകുമാർ പറയുന്നു. പിന്നീട് സൗന്ദര്യ സ്വന്തമായി വലിയൊരു വീട് നിർമ്മിച്ചപ്പോഴും അതിന്റെ ഗൃഹപ്രവേശത്തിന് പങ്കെടുക്കണമെന്ന് അവൾ ശഠിച്ചു. എന്നാൽ തന്റെ ഷൂട്ടിംഗ് തിരക്ക് കാരണം അതിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്നെ വിളിക്കാറുണ്ടെന്ന്. മരിക്കുന്നതിന്റെ തലേനാളും സൗന്ദര്യ വിളിച്ച് അദ്ദേഹത്തോട്
ഭാര്യയോടും 1 മണിക്കൂറോളം സംസാരിച്ചു. താൻ 2 മാസം ഗർഭിണിയാണെന്നും നാളെ പാർട്ടിയുടെ ഒരു പരിപാടിയുണ്ട്, അതിൽ പങ്കെടുക്കണമെന്നും സഹോദരന്റെ ഇഷ്ടപ്രകാരമാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നും അവർ പറഞ്ഞിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ആ ഞെട്ടിക്കുന്ന വാർത്തയെത്തി, വിമാനാപകടത്തിൽ സൗന്ദര്യ മരണപ്പെട്ടു എന്ന്. അപ്പോഴാണ് അദ്ദേഹം ആദ്യമായി സൗന്ദര്യയുടെ പുതിയ വീട്ടിലെത്തുന്നത്. മനസ്സ് തകർന്ന് വീട്ടിൽ ചെന്ന് കയറിയ അദ്ദേഹം വീണ്ടും ഞെട്ടി. ആ വീടിന്റെ മുൻവശത്തെ ഭിത്തിയിൽ തന്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിരിക്കുന്നു. അപ്പോഴാണ് എന്നോടുള്ള അവളുടെ സ്നേഹവും ഇഷ്ടവും ഓർത്ത് ഞാൻ വിതുമ്പിപ്പോയത്. ഇത് പറയുമ്പോഴും അദ്ദേഹം വിതുമ്പുന്നുണ്ടായിരുന്നു, തന്നെ ഗുരുസ്ഥാനത്ത് കണ്ട അവളെ ഓർത്ത്. സാധാരണ സിനിമാ നടികളിൽ കാണാത്ത കാപഠ്യമില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹമാണ് നാം ഇവിടെ കണ്ടത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സൗന്ദര്യയ്ക്ക് സൗത്ത് ഇന്ത്യയിലെ വിലപിടിപ്പുള്ള നായകന്മാരുടെ നായികയാവാൻ സാധിച്ചു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലെല്ലാം സൂപ്പർ നായകന്മാരോടൊപ്പമാണ് അവർ അഭിനയിച്ചിരുന്നത്. കൂടാതെ ഹിന്ദിയിൽ സൂര്യവംശം എന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയാകാനും അവർക്ക് സാധിച്ചു. രജനീകാന്തിന്റെ നായികയായി പടയപ്പ, അരുണാചലം, കമലഹാസന്റെ നായികയായി കാതല കാതല തുടങ്ങി നിരവധി തമിഴ് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. പടയപ്പ എന്ന രജനീകാന്ത് ചിത്രം ഒരു എവർഗ്രീൻ ഹിറ്റായിരുന്നു. അതില് രമ്യ കൃഷ്ണയും സൗന്ദര്യയുമായുള്ള മത്സര അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരും ആവേശപൂർവ്വം ഏറ്റെടുത്തതാണ്. കൂടാതെ ചിരഞ്ജീവി, വെങ്കിടേഷ്, നാഗാർജുന, വിഷ്ണുവർദ്ധൻ അങ്ങനെ എത്ര സൂപ്പർ സ്റ്റാറുകളുടെ ജോഡിയായി അവർ ആടിപ്പാടി അരങ്ങ് തകർത്തു. കന്നഡ സിനിമാ നിർമ്മാതാവും തിരക്കഥാകൃത്തുമൊക്കെയായ സത്യനാരായണന്റെയും മഞ്ജുളയുടെയും മകളാണ് സൗന്ദര്യ. സൗന്ദര്യയുടെ സഹോദരനാണ് അമർനാഥ്. അമർനാഥിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് സൗന്ദര്യയും രാഷ്ട്രീയത്തിലേക്ക് ചേർക്കേറാൻ കാരണമായത്. ആന്ധ്രയിലെ ബിജെപിയുടെ ഒരു പാർട്ടി റാലിയിൽ പങ്കെടുക്കാൻ സഹോദരിയെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. സൗന്ദര്യയെ കൂട്ടിക്കൊണ്ടുപോയത് ആൾക്കൂട്ടത്തിന് ആവേശം പകരുന്നതിന് വേണ്ടിയായിരുന്നു. ബാംഗ്ലൂരിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെസ്ന 180 എന്ന എയർക്രാഫ്റ്റിൽ 4 പേർ കയറുന്നു. സൗന്ദര്യയെയും സഹോദരനെയും കൂടാതെ ബിജെപിയുടെ ഒരു പ്രാദേശിക നേതാവായ രമേശും അതിന്റെ പൈലറ്റ് മലയാളിയും മാവേലിക്കരക്കാരനുമായ ജോയി ഫിലിപ്പ് എന്നിവരായിരുന്നു. 150ഓളം അടി മുകളിലേക്ക് പറന്നുയർന്നപ്പോൾ പെട്ടെന്ന് വിമാനം മൂക്കുകുത്തി നിലത്തേക്ക് വീണു. നിമിഷ നേരം കൊണ്ട് വിമാനം കത്തി അമർന്ന് പൊട്ടിത്തെറിക്കുന്നു. അതിലുണ്ടായിരുന്ന 4 പേരും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം കരിക്കട്ടകളായി മാറുന്നു. ഈ കരിക്കഷ്ണങ്ങളിൽ നിന്നും DNA പരിശോധനയിലൂടെയാണ് അവരെയൊക്കെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഓർമ്മകളുടെ അഭ്രപാളികളിൽ മറഞ്ഞുപോയ സൗന്ദര്യയുടെ മരണവാർത്ത 2 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം അതൊരു ആസൂത്രിത കൊലപാതകമാണെന്നുള്ള വിവാദം പൊട്ടിമുളയ്ക്കുന്നു. ഈ വിവാദത്തിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ തെലുങ്ക് സിനിമയിൽ പേരുകേട്ട മോഹൻ ബാബു എന്ന നടനും. ഇതിൽ പരാതിയുമായി എത്തിയത് സൗന്ദര്യയുടെ കടുത്ത ആരാധകനായ ചിട്ടി മല്ലു എന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യയ്ക്ക് 6 ഏക്കർ ഭൂമി ആന്ധ്രയിലെ ജൽപ്പല്ലി എന്ന സ്ഥലത്തുണ്ട്. ഈ ഭൂമി മോഹൻ ബാബു ആവശ്യപ്പെട്ടിരുന്നു. തരാൻ പറ്റില്ലെന്ന് സൗന്ദര്യ. അത് വഴക്കിൽ കലാശിക്കുന്നു, ഒപ്പം കടുത്ത വൈരാഗ്യത്തിന് കാരണവുമാകുന്നു. മോഹൻ ബാബു ആസൂത്രണം ചെയ്തതായിരുന്നു ഈ വിമാനാപകടമെന്ന് ചിട്ടി മല്ലു പറയുന്നു. അയാൾ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശി മോഹൻ ബാബുവാണ്. ഈ വസ്തുവിന്റെ പേരിൽ മോഹൻ ബാബുവും അദ്ദേഹത്തിന്റെ മകനും തമ്മിൽ വഴക്ക് നടക്കുന്നു എന്നുള്ളത് വാർത്തയായതുമാണ്. എന്തൊക്കെയായാലും ചിട്ടി മല്ലുവിന്റെ പരാതി പോലീസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ സൗന്ദര്യയുടെ ഭർത്താവ് GS രഘു പറയുന്നത് ഈ വിഷയത്തിൽ യാതൊരു സത്യവുമില്ല എന്നതാണ്. മോഹൻ ബാബു ഇപ്പോഴും ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. ഇനി ഈ അപകടത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ വിമാനം പരിശീലനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ഈ വിമാനത്തിന്റെ ഇൻഷുറൻസ് അതിന്റെ കമ്പനി പുതുക്കിയിട്ടുമില്ലായിരുന്നു. അത് കാരണം ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് പൈലറ്റായിരുന്ന ജോയി ഫിലിപ്പിന്റെ കുടുംബത്തിനായിരുന്നു. ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 4 പേർക്കും നിത്യശാന്തി നേരുന്നു. മറ്റൊരാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് അസൂയപ്പെടാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് മരണമാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.